അല്ല, അതെ, മുഖ്യമന്ത്രി അത് സനാതന ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമമാണ്, അത് ചാതുർവർണ്ണത്തിന്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞ് അത് കൊണ്ടുപോയിട്ട് സംഘപരിവാറിന് ചാർത്തി കൊടുക്കാണ്. സംഘപരിവാറിന് മാത്രം അവകാശപ്പെട്ടതാക്കി മാറ്റിയാണ് സനാതനധർമ്മത്തെ. അത് ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കൾച്ചറൽ ലെഗസിയാണത്, സാംസ്കാരിക പൈതൃകമാണ്. അദ്വൈതവും അതുപോലെ തത്വമസി എന്നുള്ള വാക്കും നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും അതിന്റെ സാരാംശങ്ങളും എല്ലാം ഉള്ളതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അത് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അതെല്ലാം സംഘപരിവാറിന് ആണ് എന്ന് പറയുന്നത് പോലെയാണ്. ഞാൻ പറഞ്ഞതുപോലെ അമ്പലത്തിൽ പോകുന്നവരും ചന്ദനം തൊടുന്നവരും കാവ്യ ഉടുക്കുന്നവരെയൊക്കെ RSS ആണെന്ന് പറയുന്ന പോലെയാണ്. ഇത് അവർക്ക് അവകാശപ്പെട്ടാണ് എന്ന് പറഞ്ഞ് മുഴുവനായി അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. തെറ്റാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ്. സനാതന ധർമ്മത്തെയും ഹൈന്ദവ പാരമ്പര്യത്തേക്ക് എല്ലാ മതങ്ങളിലും ഉണ്ടായതുപോലെ പൗരോഹിത്യവും രാജഭരണവും ഭരണകൂടങ്ങളും എല്ലാം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. വർണ്ണാശ്രമത്തിന് അല്ലെങ്കിൽ ചാതുർവർണ്ണത്തിന് അനുകൂലമായ നിലപാടൊന്നും അല്ലല്ലോ നമ്മുടെ. ഗുരുദേവൻ സനാതനധർമ്മത്തിന്റെ അതിന്റെ സാങ്കത്യത്തെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞത്. സനാതന ധർമ്മത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് മുഴുവൻ സംഘപരിവാറിന്റെ ആണ് എന്ന് അവർക്ക് കൊടുക്കുന്നത് എന്താണ്? അതിനകത്തൊരു വർഗീയതയില്ല. സനാതനധർമ്മത്തിൽ ഒരു വർഗീയ കാഴ്ചപ്പാട്, ഒരു ചേരിതിരിവിന്റെ കാഴ്ചപ്പാട് പുസ്തകങ്ങളൊന്നുമില്ല. പിന്നെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായ സംഭവമാണ്. തെറ്റായ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പണ്ട് പറയില്ലേ കാവ്യവൽക്കരണം, തെറ്റായ വാക്കാണ്. ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാവ്യ കൊടുത്തവരൊക്കെ RSS അങ്ങനെ ചന്ദനം തൊടുന്നവരില്ല RSS അമ്പലത്തിൽ പോയി എല്ലാവരും ഹിന്ദുക്കളെ മുഴുവൻ ആട്ടി തെളിച്ച് അവരുടെ പ്രതികളെ ആക്കുകയാണ്. അല്ലല്ലോ.